ക്രിസ്ത്യാനി ദൈവകൽപ്പന ലംഘിക്കണമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ സാത്താനാണ്. ദൈവകൽപ്പനകൾ ലംഘിക്കണമെന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുന്ന, ഇടതടവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ഞാൻ പിശാചാണ്, സാത്താനാണ്. വെള്ളിയാഴ്ച ക്രിസ്ത്യാനികളുടെ മാംസം തീറ്റിക്കണമെന്ന് ആഗ്രഹമുള്ളത് ആരാണെന്ന് വെച്ചാൽ പിശാചാണ്. കാരണം എന്താ? സഭ ഒന്നിച്ച് പിശാചിനെതിരെ യുദ്ധം ചെയ്യുക. പിശാചിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ നമുക്ക് വിശുദ്ധി വേണോ? വിശുദ്ധി ഇല്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. വിശുദ്ധി കൂടിയേ പറ്റുള്ളൂ. അല്ലേരിയ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ കുർബാനയ്ക്ക് പോകുന്നവർ എന്താ പ്രശ്നം വെച്ചാൽ കാര്യം നടക്കുന്നില്ല. കാര്യം നടക്കാത്തതിൻ്റെ കാരണം എന്താ? കുർബാന മാത്രമല്ല, അവൻ ദൈവകൽപ്പന അനുസരിക്കണം, ദൈവപ്രമാണം പാലിക്കണം. അല്ലേരിയ അല്ലേരിയ വചനം വായിക്കണം, വചനം ജീവിക്കണം. കാരണം എന്താ? പഴയ കാലത്ത് ദൈവം നൽകിയൊരു ഇതാണ് വാഗ്ദാന പേടകം. വാഗ്ദാന പേടകം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആരായിട്ട് മാറിയാണ്? യേശു ക്രിസ്തുവായിട്ട് അവൻ പറഞ്ഞതാണ് വചനം, അവൻ നമുക്ക് നൽകിയതാണ് പ്രമാണം, അവൻ നമ്മെ പഠിപ്പിച്ചതാണ് കൽപ്പന. അവനാണ് പറഞ്ഞത് സഭയെ നീ സ്നേഹിക്കണം. ഏറ്റവും കൂടുതൽ സഭയെ വികൃതമാക്കിക്കൊണ്ടിരിക്കുന്നതും ദേവാലയങ്ങൾ ഉറങ്ങുന്ന സ്ഥലമാക്കി മാറ്റുന്നതും, ചില ദേവാലയങ്ങളിൽ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിൽ കയറാൻ പാടില്ലെന്നതും പോസ്റ്റർ വെച്ചുകൊണ്ട് ഇരിക്കുന്ന കാരണം എന്താ? ശരീരം എല്ലാവരും കാണാൻ വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുക. പഴയ കാലത്ത് ആദ്യ മാതാപിതാക്കന്മാർ ശരീരം കാണാതിരിക്കാൻ വേണ്ടിയാണ് എന്ത് വസ്ത്രമല്ല ധരിച്ചത്, ഇല തുന്നിക്കെട്ടി കൂട്ടിയത്. ഇന്ന് പിള്ളേർക്ക് എന്താണെന്ന് ഇത് വേണ്ട. ഏത് വേണ്ട? അത് ആദ്യ മാതാപിതാക്കന്മാർ ചെയ്തതിനേക്കും കഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സ്ഥലം അത് അതിവിശ്വസ്തല. അത് പരിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിശാച് ടാർജറ്റിട്ട് ജനങ്ങളിലേക്ക് കയറിയിരിക്കുക. നീ നിൻ്റെ വിശുദ്ധ സ്ഥലം അശുദ്ധമാക്ക്. കാരണം എന്താ? പിശാചിന് ഇഷ്ടമാണ്. അല്ലേ ലിയ?